വീണ്ടും വാർത്തകളിലേക്ക്. കയ്പമംഗലം സ്വാമി വിവേകാനന്ദ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ധനസഹായങ്ങൾ വിതരണം ചെയ്തു. കൂരിക്കുഴി AMUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു ഉദ്ഘാടനം ചെയ്തു. ഓരോ പൊതുസ്ഥാപനങ്ങളിലും ഒരു മാസക്കാലമാണ് ഗാന്ധിജയന്തി. നമ്മൾ ശുചിത്വ മാസാചരണമായിട്ട് നവംബർ 1 വരെ ആരംഭിക്കുകയാണ്. ഏറ്റവും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗമനം തന്നെ ഗ്രാമങ്ങളിലൂടെ വേണം എന്ന് ആഗ്രഹിച്ച നമ്മുടെ മഹാത്മജിയുടെ ഓർമ്മയ്ക്കായും സ്മരണയ്ക്കും കൂടി ഗ്രാമങ്ങളിലൂടെ ശുചിത്വത്തിലൂടെ ഗ്രാമങ്ങൾ വളരണം, ശുചിത്വമുള്ള ഗ്രാമമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് തന്നെ. അങ്ങനെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെപ്പോലും മുറിവേൽപ്പിക്കാത്തത് എന്നതാണ് മഹാത്മാജിയുടെ ആ ഒരു ശൈലി, അല്ലെങ്കിൽ അതാണ് അഹിംസ. അതിനുവേണ്ടി പോരാടിയ ഒരാളാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ഇന്ന് നമുക്കറിയാം, നിസ്സാര കാര്യങ്ങൾക്ക് പോലും വെട്ടും കൊലയും കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം വീട്ടലുമായി ട്രസ്റ്റ് പ്രസിഡന്റ് ദാസൻ ഇളയരാമ്പുരയ്ക്കൽ അധ്യക്ഷനായി. സ്വാമി തേജസ്വരൂപാനന്ദ മുഖ്യ പ്രഭാഷണം നടത്തി. ട്രസ്റ്റ് രക്ഷാധികാരി AK പീതാംബരൻ ചികിത്സാ ധനസഹായവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ അമ്മമാർക്കുള്ള ധനസഹായ വിതരണവും നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ KG ദിലീപ്, മണി ഉല്ലാസ്, ഖദീജ പുതിയ വീട്ടിൽ, പ്രീതി ഉണ്ണിക്കുട്ടൻ, മനോഹരൻ കമ്പിളിക്കൽ, ധർമ്മപാലൻ കണക്കശ്ശേരി എന്നിവരും സംസാരിച്ചു. ചന്ദ്രാപ്പിനി കൂട്ടാലപ്പറമ്പ് നവകൈരളി ബാലസഭ റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. അധികാരമുള്ളവർ ആരാധിക്കപ്പെടും. അത് അധികാരമുള്ള സ്ഥലത്ത് മാത്രമാണ്. സ്വദേശേ പൂജിത രാജ, വിദ്വാൻ സർവത്ര പൂജിത എന്നാണ് പറയുക. രാജാവ് സ്വദേശത്ത് മാത്രമാണ് പൂജിക്കപ്പെടുക. പക്ഷെ വിദ്വാൻ അദ്ദേഹത്തിൻ്റെ വിദ്വത്വമുള്ള എല്ലാ മേഖലകളിലും പൂജിക്കപ്പെടും, അല്ലെങ്കിൽ ലോകം മുഴുവൻ പൂജിക്കപ്പെടും എന്നാണ് പ്രമാണം. ഒരുപക്ഷെ എല്ലാ മുതലുകളും തസ്കരന്മാർ കൊണ്ടുപോകുമെങ്കിലും നമ്മുടെ അറിവിൽ മാത്രം തലച്ചോറിനെ കൊള്ളയടിക്കുവാൻ ഇന്നേ വരെ ലോകത്തൊരു കൊള്ളക്കാരനും കഴിഞ്ഞിട്ടില്ല. പിന്നെ ബോധപൂർവം നമ്മൾ തലച്ചോറ് പണയം വയ്ക്കുമ്പോഴാണ് നമ്മൾ അടിമകളായി മാറുന്നത്. അത് വേറെ കാര്യം. പക്ഷേ അറിവുള്ള അയാളുടെ തലച്ചോറിനെ കൊള്ളയടിക്കാൻ ഇന്ന് വരെ ഒരു തസ്കരനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അറിവാണ് ഏറ്റവും ഉന്നതമായ മൂല്യമെന്ന് നമ്മൾ കണക്കാക്കുന്നത്. പഞ്ചായത്ത് അംഗം മല്ലിക വാസു അധ്യക്ഷയായി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്ന ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്താരാമൻ, മോഹനൻ കണ്ടമ്പള്ളി, സുവർണൻ മാണിയത്ത്, ഗായത്രി സന്തോഷ്, ദേവിക ടീച്ചർ, ഗോകുൽ കൃഷ്ണ എന്നിവരും സംസാരിച്ചു. നവകൈരളി ബാലസഭ പുറത്തിറക്കിയ സ്പന്ദനം പത്രത്തിന്റെ പ്രകാശനവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ചന്ദ്രാപ്പിനി കണ്ണമ്പുളിപ്പുറം ശ്രീ കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം നടന്നു. ഇതോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്രയും ഉണ്ടായിരുന്നു. കൂട്ടാലപ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ നിന്നും താലത്തോടും താളവാദ്യമേളങ്ങളോടും കൂടി പുറപ്പെട്ട ഘോഷയാത്ര സപ്താഹവേദിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് രുക്മിണി സ്വയംവരവും നടന്നു. ചടങ്ങുകൾക്ക് കിളിമാനൂർ രാജേന്ദ്രൻ, കാവാലം ധനേഷ് ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
സിനിമാ സോഷ്യൽ ഫോറത്തിന്റെയും മഞ്ചീരം ആർട്സ് സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കലാപരിശീലന ക്ലാസുകളുടെയും ചായം ഓഫീസിന്റെയും ഉദ്ഘാടനം നടന്നു. എടമുട്ടം ചായം സിനിമാ ഹാളിൽ നടന്ന ചടങ്ങ് TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ യാത്രകളെല്ലാം വ്യത്യസ്തമായ പുതിയ പുതിയ എക്സ്പ്രസ് വേയിലൂടെയാണ് നമ്മുടെ മനസ്സിൽ പോയി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കും നാട്ടുപരമ്പിലൂടെ മനസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മുടെ മനസ്സിലെ ആർദ്രമായ നാട്ടുപരമ്പുകളിലൂടെ കൊണ്ടുപോകുന്നതിന് വേണമെങ്കിൽ ഈ ഏറ്റവും വലിയ റബ്ബറൈസ്ഡ് എക്സ്പ്രസ് വേയിലൂടെ മനസ്സിനെ കൊണ്ടുപോകാതെ ഈ പച്ചപ്പ് നിറഞ്ഞ ആർദ്രതയുടെ നാട്ടുപരമ്പിലൂടെ മനസ്സിനെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതാണ് സംഗീതവും സാഹിത്യവും കലയും ആസ്വദിക്കാൻ വേണ്ടി പറ്റുക. ഞാന് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ എല്ലാവർക്കും പാട്ട് പാടാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ട് പാടാൻ ആഗ്രഹം. അയാളുടെ ഭാഷയുടെ പാട്ട് പഠിപ്പിക്കുന്നത് ഞാൻ വേണമെങ്കിൽ രാഷ്ട്രീയ ഭാഷ. എനിക്ക് ഏറ്റവും കൂടുതൽ അസൂയ ആരോടാന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയക്കാരോട് എനിക്ക് അസൂയില്ല. എനിക്ക് ഏറ്റവും അസൂയ യേശുദാസിനോടാണ്. സത്യം. KU അരുണൻ മാസ്റ്റർ ഓഫീസിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ചമയം പ്രസിഡന്റ് KS സുശീൽ അധ്യക്ഷനായി. ബീന അജയ് ഘോഷ്, PN പ്രവീന്ദ്, വത്സൻ, മനോജ് കുമാർ KK, ജ്യോതിബാസ് MV, സെൽവകുമാർ എന്നിവരും സംസാരിച്ചു. ഇനി ചരമവാർത്ത. ചന്ദ്രാപ്പിനി ഈസ്റ്റ് പള്ളിപ്പാടത്ത് കുഞ്ഞു മുഹമ്മദ് നിര്യാതനായി. 90 വയസ്സായിരുന്നു. സൈനബയാണ് ഭാര്യ. ഹംസ, യൂസഫ്, ലത്തീഫ്, അബ്ദുൽ സലാം, ഷറഫുദ്ദീൻ, അസീസ്, സെക്കിന, ബുഷറ എന്നിവർ മക്കളും. മജീദ്, അലി, ഐഷ, ഫാത്തിമ, അബ്സ, ജമീല, നസീമ എന്നിവർ മരുമക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകൾ. വിജയദശമി ആഘോഷങ്ങളുടെ ഭാഗമായി നാടകം, വിദ്യാരംഭവും സരസ്വതി പൂജയും നടന്നു. ചന്ദ്രാപ്പിനി കൂട്ടാലപ്പറമ്പ് നവകൈരളി ബാലസഭ റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് നിർവഹിച്ചു. കയ്പമംഗലം സ്വാമി വിവേകാനന്ദ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ധനസഹായങ്ങൾ വിതരണം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.